ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ മറൈൻ ഡ്രൈവിലാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് കണ്ടിട്ടില്ലാത്ത ഏത് മലയാളിയുള്ളത് അല്ലേ? കഴിഞ്ഞ ദിവസം ചെറിയൊരു ആവശ്യമായിട്ട് കൊച്ചി വരെ വന്നപ്പോൾ കുറച്ച് സമയം ഫ്രീ കിട്ടി. എന്നാൽ പിന്നെ കുറച്ച് നേരം മറൈൻ ഡ്രൈവിലൊക്കെ പോയിരുന്ന് കാറ്റൊക്കെ കൊള്ളാമല്ലോ കരുതി. അപ്പോൾ ഞാനിവിടെ കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കുട്ടികളും ഫാമിലിയൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മഴവിൽ പാലം. ഇത് ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ പാലത്ത് കയറി നിന്ന് ആ കായലിലേക്ക് നോക്കി ബോട്ട് പോകുന്നതും കപ്പൽ പോകുന്നതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അല്ലേ? എനിക്ക് കടൽ യാത്രകൾ അല്ലെങ്കിൽ കായൽ യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ എവിടെ ബോട്ട് കണ്ടാലും നോക്കി നിൽക്കും. ഈ കിടക്കുന്ന ബോട്ടുകളെല്ലാം ടൂറിസ്റ്റ് ബോട്ടുകളാണ് കേട്ടോ. വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടുകളാണ് ഈ കിടക്കുന്നതെല്ലാം. ബോട്ടിങ്ങിന് ഒരാൾക്ക് 100 200 എങ്ങാണ്ടാണ് ചാർജ് ചെയ്യുന്നത്. പാട്ടൊക്കെ കേട്ട് കായലിനകത്തോടെ ഒന്ന് കറക്കി നമ്മളെ കൊണ്ടുവരും. ഇതാ പോകുന്നുണ്ടോ ഇതുപോലെ. ഇതൊരു 4 മണി സമയമാണ് കേട്ടോ. അത്യാവശ്യം വെയിലും ചൂടൊക്കെ ഉണ്ട്, എങ്കിലും നല്ല ആളുണ്ട്. കൊച്ചിക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് ഈ മറൈൻ ഡ്രൈവ്. എനിക്ക് തോന്നുന്നത് കൊച്ചിക്കാർക്കെന്നല്ല, എല്ലാ മലയാളികൾക്കും കൊച്ചിയിൽ വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ഇവിടെ തന്നെ കയറിയിട്ടേ പോകാറുള്ളൂ അല്ലേ? ഞാനങ്ങനെയാണ്. കൊച്ചിയിൽ വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ടേ ഞാൻ പോകാറുള്ളൂ. ടൂറിസ്റ്റുകളെ കൊണ്ട് കറങ്ങാൻ പോയ ഒരു ബോട്ട് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്. ടൂറിസ്റ്റുകളാണോ അതോ അതിനകത്ത് ജീവനക്കാരാണോ എന്നറിയില്ല. 4-5 പേരേ ഉള്ളൂ അതിനകത്ത്. ഇപ്പോൾ വന്ന ചെറിയ ബോട്ടിനടുത്ത് ഒരു ബോട്ട് കിടപ്പുണ്ട്. അതിനകത്ത് ആവശ്യത്തിന് ആളായി, അത് പോകാൻ റെഡിയാവുകയാണ്. ഈ മറൈൻ ഡ്രൈവിലെ മെയിൻ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ ബോട്ടിങ്ങാണ്. എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ചുമ്മാ കറങ്ങാൻ വരുമ്പോൾ ഈ ബോട്ടിങ്ങൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ, രസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മറൈൻ ഡ്രൈവ് കാഴ്ചകൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.